My family is Jungkook. ഇന്നെന്താടാ ഒരുപാട് നേരം വൈകിയല്ലോ. വിശ്വ ദാ ജീവൻ വന്നിരിക്കുന്നു. അത് ഇന്ന് അടി കിട്ടാൻ കുറച്ചു നേരം വൈകിപ്പോയി. വിശ്വ നീ ഒന്നും ഇങ്ങോട്ട് വരുന്നുണ്ടോ? അതാ വരുന്നമ്മേ. എന്തിനാ എന്റെ കൊച്ചെ നീ ഇങ്ങനെ തല്ലി വാങ്ങിക്കൂട്ടുന്നേ? ജീവ ഞാൻ നിന്നോടായി ചോദിക്കുന്നേ. ഞാനിതേ ഈ കൊള്ളുന്നതും ഇനി കൊള്ളാനുള്ളതും എല്ലാം അമ്മയുടെ മോനക്ക് വേണ്ടിട്ടാ. അവനക്ക് വേണ്ടിയോ? അവന് വേണ്ടി എന്തിനാ നീ തല്ലി വാങ്ങുന്നേ? ജീവ നോ, നീ വന്നേ, നിനക്ക് ഞാൻ മരുന്ന് വെച്ച് തരാം. ഇതേ പിടിച്ചു വിളിച്ചു കൊണ്ടുപോയി. ആ കൊച്ചിനോട് എപ്പോ ചോദിച്ചാലും ആകെയുള്ള മറുപടി അമ്മയുടെ മോനക്ക് വേണ്ടി. ഒരമുറി വട്ടും 3/4 മുറി വട്ടും രണ്ടും കണക്കാ. പതിയെ ചെയ്യേ. അയ്യോ സോറി. എന്താടാ നിനക്ക്? അടി കിട്ടിയപ്പോ ഉള്ള ബുദ്ധിയും കൂടി പോയാ? അമ്മയോട് നിനക്ക് പോയി പറയാ? ഞാൻ പറയും. അമ്മയോട് ചോദിക്കും ചെയ്യും, അമ്മയുടെ ഈ മോനെ എനിക്ക് കെട്ടിച്ചു തരുമെന്ന്. എന്തേ? എന്നാ തീരുമാനമായി മോനെ. നിനക്ക് തല്ല് കിട്ടുമ്പോ ഓടിക്കേറാന് ഈ വീട് കൂടി ഇല്ലാണ്ടാവും. രണ്ടിനെ അടിച്ചിറക്കും അമ്മ. അതെന്തേ? നമ്മുടെ കാര്യം അറിഞ്ഞ അമ്മ സമ്മതിക്കില്ല? അത് പിന്നെ അമ്മ ഒക്കെ പണ്ടത്തെ ആൾക്കാരല്ലേടാ. നമ്മുടെ ഈ ബന്ധം അറിഞ്ഞ ചിലപ്പോ അമ്മക്ക് അത്ഭുതമായിട്ട് തോന്നും, ചിലപ്പോ നമ്മളോട് വെറുപ്പും. അവർക്ക് ഇതൊക്കെ ഭ്രാന്തായിട്ടേ തോന്നും. അതുകൊണ്ട് എന്റെ ചെക്കനത് ആലോചിച്ച് ഈ കുഞ്ഞു തല വീർപ്പിച്ച് പൊട്ടിക്കണ്ട കേട്ടാ. പോയ വിശ്വ, നിനക്കല്ലെങ്കിലും എല്ലാം തമാശയാണ്. നിനക്കറിയില്ല എന്റെ അവസ്ഥ. എന്റെ വീട് എനിക്ക് നരകം പോലെയാ. ഇവിടെ വരുമ്പോഴാ എനിക്ക് കുറച്ച് സമാധാനം കിട്ടുന്നുള്ളൂ. അതിനിപ്പോ എന്തുണ്ടായേ? ഒന്നും ഉണ്ടായില്ലല്ലോ. ആരില്ലെങ്കിലും ഞാൻ ഉണ്ടാവും എന്റെ പൊന്നിനെ. അതുപോലെ. അയ്യോ കിണങ്ങല്ലേ, മാറി നിന്ന് വിശ്വ, എനിക്ക് കിടക്കണം, തീരുവയ്യ. എന്താ നീ പറഞ്ഞേ? കിടക്കാനോ? നോ വേ. എപ്പോഴെങ്കിലും ഒരിക്കലാണ് നീ ആ കൊട്ടാരത്തിൽ നിന്ന് തല്ലുകൂടിയിട്ട് ഈ കൊടിയിലേക്ക് ഒന്ന് ഇറങ്ങി വരുന്നത്. അന്ന് ഞാൻ നിന്നെ ഉറക്കേ? നോ മാൻ, എനിക്ക് വയ്യ വിശ്വ. വീട്ടിൽ നിന്ന് 2-ാം തന്തയുടെ വക ദേഷ്യത്തോടുള്ള വേദന, ഇവിടെ വന്ന് നിന്റെ വക സ്നേഹത്തോടുള്ള വേദന. എനിക്ക് ഒട്ടും വയ്യടാ. ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടല്ലേ വേദനിപ്പിക്കുന്നുള്ളൂ. വേണ്ട വിശ്വ, അല്ലെങ്കിൽ എല്ലാരും ഒരുപോലെയാ. ശരിക്കും ആണോ? എല്ലാരും ഒരുപോലെയാ? അല്ല, എന്നാ പിന്നെ കുറച്ച് വേദനയാലോ? വേണ്ട വിശ്വ, വേണം വിശ്വ. சிறுவலிருந்ததுவே இதயத்திலே இதயத்திலே ஒரு திருவிழி தடவியதால் அமிழ்ந்து விட்டேன் மயக்கத்திலே. உதிரட்டுமே உடலின் திரை, அதுதான் പൊന്നു ജീവാ, നീ ഇങ്ങനൊന്നും പറയല്ലേ. നിന്റെ വേർപ്പ് പോണ പോലെ എന്നെ മത്ത് പിടിപ്പിക്കുന്ന പൊന്നു ചെക്ക. മരം തേടും മഴത്തുലി, ഇവൈതാനേ ഇവളിനി. ഇവയിരണ്ടും തനിത്തനി ഉറക്കങ്ങൾ ഉറൈപ്പനി.
തടൈ നീ. ഇതാരാണാവോ ഇത്ര നേരത്തെ? അമ്മ ഞങ്ങൾ വന്നോ. ആ, എല്ലാരും ഉണ്ടല്ലോ രാവിലെ തന്നെ. Man with the blend right here. Bring it swag with a man right here. Living up, I'm sipping on beer. Yeah, clap for me, man right here. Got the man with the blend right here. Bring it swag with a man right here. Living up, I'm sipping on. യെസ് മോം, ഇന്ന് ഞങ്ങളെല്ലാവരും ഇവിടെയാണ്. കാരണം ജീവയുടെ വീട്ടിൽ പോയപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു ഇന്നലെ ആ തന്തപ്പിടിയും അവനും കൂടി വഴക്കുണ്ടായി. അപ്പോൾ ഊഹിക്കാലോ അവനോട് എത്തിക്കാണുന്നു. ആ മോനെ, ഇന്നലെ ഇവിടെ ഒരു 10 മണിയൊക്കെ ആയി കാണും അവനെത്തുമ്പോ. ഇവൻ എന്തിനാണാവോ അങ്ങേരായിട്ട് ഇങ്ങനെ തല്ലുകൂടുന്നത്? അത് മാത്രം എനിക്ക് അറിഞ്ഞൂടാ മോനെ. എന്തിനാണാവോ ചെറുക്കനെ ഇത്ര മാത്രം തല്ല് വാങ്ങിക്കൂട്ടുന്നത്? അതിനെ പറ്റി എപ്പോ ചോദിച്ചാലും അവനാകെ ഒരു ഉത്തരേ ഉള്ളൂ, അമ്മയുടെ മോനക്ക് വേണ്ടി. ഇന്നലെ കൂടെ ഞാൻ അവനോട് ചോദിച്ചപ്പോ അവൻ ഇതാ പറഞ്ഞത്. അതെന്തെങ്കിലും ആവട്ടമ്മ, ഞാൻ അവരെ പോയി വിളിച്ചിട്ട് വരാം. അയ്യോ, ഇവനൊക്കെ പോയി അവരെ വിളിച്ച ഈ എന്ത് കോലത്തിലാണ് അവ കിടക്കുന്നത്? കുറെ ദിവസത്തിന് ശേഷം കണ്ടതല്ലേ, എന്തായാലും ആഘോഷിച്ചു കാണും. ഇപ്പോ ഇവൻ അങ്ങോട്ട് പോയി തുണിയില്ലാത്ത 2 ശരീരങ്ങൾ കണ്ട എന്റെ ചേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ അയ്യോ, എന്റെ റൂമിന്റെ വാടക ആര് കൊടുക്കും? ചേട്ടാ അതൊക്കെ ഞാൻ പോവാ. ഹൈഷ്, എന്താടാ മനുഷ്യന്റെ ചെവി. സോറി, ഞാൻ പോയി വിളിച്ചിട്ട് വരാവേ, അതാ നല്ലത്. നീ ഒന്ന് വിട്ടേ, മതി. എന്തോന്ന് ജീവ, നിനക്ക് എന്നോട് ഇപ്പൊ ഒരു തരി പോലും സ്നേഹമില്ല അല്ലേ? എന്താ നീ പറഞ്ഞേ? സ്നേഹമില്ലെന്നോ? ഓഹോ, അപ്പൊ ഇന്നലെ രാത്രി സ്നേഹിച്ചതൊക്കെ പിന്നെ ആരാ? അത് ചെറിയ സ്നേഹം, അതുകൊണ്ട് ചെറുതായിട്ടല്ലേ എന്റെ പൊന്നിനെ ഞാൻ വേദനിപ്പിച്ചോളൂ. ആ അതെ, ഞാനൊന്നും പറയുന്നില്ല. ചെറുതാത്ര ചെറുത്, മനുഷ്യൻ നിൽക്കാൻ പോലും വയ്യ. നിനക്ക് വയ്യേ? എനിക്ക് ഒട്ടും വയ്യ, നല്ല കാലുവേദന. വാ വന്നേ, നമുക്ക് ഇവിടെ കിടക്കാം. മതിടാ പ്ലീസ്, ഇതിപ്പോ ഒരുപാടായില്ലേ. പ്ലീസ് ഡാ, വേണോ? പ്ലീസ് പ്ലീസ് പ്ലീസ്, വരണം. കണ്ണി, ഓ അവൻ ഇത്തിരി കണ്ണി പോലെ പിടിച്ചു പിടിച്ച് കയറുക. നീക്ക് നിക്കണുണ്ട്. ഓ നശിപ്പിച്ചു പന്നി. എന്താടാ പന്നി? ഓ താങ്ക്സ് ഡാമുത്തേ, താങ്ക്സ്. നിനക്ക് ഞാൻ ഇന്ന് ഷവർമ വാങ്ങിത്തരും. നീ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ചത്തുപോയേനെ. ഞാൻ പോയി. ഇപ്പൊ നീ രക്ഷപ്പെട്ടു. പക്ഷെ രാത്രി നീ ഇങ്ങോട്ട് തന്നെ വരും. അപ്പൊ ഞാൻ നിന്നെ എടുത്തോളാം. ഓ പിന്നെ പിന്നെ തന്നൊട്ടും. ഇനി നിനക്കെന്താ വേണ്ടേ? നിന്നോട് പാര ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞേ, ടൈമിംഗ് ഇല്ലാത്ത ജന്തു. ആ അതെ, എനിക്കിത് തന്നെ വേണം. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിലേ എന്റെ പകരം ജെയ്സൺ ചേട്ടൻ വന്നേനെ. അയ്യോ കയ്യോ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താ മോനെ നിന്റെ ഉദ്ദേശം? ഇതൊക്കെ അമ്മ അറിഞ്ഞ? അറിയില്ല എന്തുണ്ടാവാന്നൊന്നും. അറിയുമ്പല്ലേ അപ്പൊ നോക്കാം. പക്ഷെ ഇപ്പൊ അതൊന്നുമല്ല കാര്യം. എന്നത്തെയും പോലെയല്ല ഇന്നലെ. അങ്ങനെ അവൻ ഒരുപാട് അടിച്ചിട്ടുണ്ട്. ഇനി ആ മൈ താണ്ടി മോനെ എന്റെ ചെറുക്കന്റെ മേലെങ്ങാനും കൈ വെച്ച കൊന്നുകളയും. അപ്പൊ അന്നീന നീ ഒന്ന് സമാധാനപ്പെട്. ഇനി എന്തെങ്കിലും ഉണ്ടാവുമ്പോഴല്ലേ അപ്പൊ നോക്കാം. അച്ചു, ഇനി നോക്കാനൊന്നുമില്ല. ഇനി ഒരിക്കൽ കൂടി അവൻ എന്തെങ്കിലും ചെയ്ത ഞാൻ പറഞ്ഞില്ലേ, കൊന്നുകളയൊന്ന് കൊന്നു കളഞ്ഞിരിക്കും. ഇന്നലെ അവന്റെ ശരീരം കണ്ടപ്പോ എനിക്ക് തന്നെ സഹിച്ചില്ലടാ. ശരീരം മൊത്തം പാടാ. എനിക്ക് വിഷമാവാതിരിക്കാൻ വേണ്ടി എത്ര വേദനയാണെന്നറിയോ അവൻ സഹിച്ചു പിടിച്ചിരിക്കുന്നത്. നമ്മുടെ മുന്നിലൊക്കെ അവൻ ചിരിച്ചു നടക്കുക. എത്രയും നാൾ
അവൻ എനിക്ക് വേണ്ടി സഹിച്ചു. ഇനി ഒരു ചെറ്റകൾക്കും അവനെ തട്ടി കളിക്കാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. എന്താ ചെറുത് മുതൽ വലുത് വരെ എല്ലാരും ആയോ? ചായ റെഡി. ദേ അമ്മ വിളിക്കുന്നു, നീ വന്നേ. അല്ല, നിന്റെ വയറ്റിലും അല്ല കൊക്കപ്പുഴു? അല്ല, കൊക്കപ്പുഴു ആവാൻ സാധ്യതയില്ല, കൊക്ക പാമ്പാവും. ഇതൊക്കെ എവിടെ പോകുന്നു? എന്റെ വീട്ടിൽ നിന്ന് ചിലപ്പോ ഒരു ലോഡ് കുത്തിക്കേറ്റി നീ. പോടാ, എനിക്ക് വിശന്നിട്ടൊന്നല്ലടാ. പിന്നെ അമ്മ നമുക്ക് വേണ്ടി അത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, ഇതൊക്കെ വേസ്റ്റായി പോവില്ലേ? എത്ര പേരാ ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നേ. അതൊക്കെ കാണുമ്പോ എങ്ങനെയാ ഫുഡ് വേണ്ടെന്ന് പറയാ? അതെ അതെ, അല്ല നിനക്ക് ഭക്ഷണത്തിനുള്ള ആക്രാന്തല്ല അല്ലേ? വെറുതെ അല്ല, നീ ഇപ്പൊ കുറച്ചായിട്ട് ബാത്റൂമിൽ കയറി ഇറങ്ങാൻ ഇത്ര സമയം. ഇതെല്ലാം കളഞ്ഞിട്ട് വേണ്ട ഇറങ്ങാനേ. ഇവനിതെന്ത് പറ്റി? അച്ചു, അവനക്കിതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. പെട്ടെന്നെന്താ അവന്റെ മുഖത്തൊരു ദേഷ്യം പോലെ? അറിയില്ല, ഞാനൊന്നും ചോദിച്ചില്ലടാ. നിങ്ങളെല്ലാവരും കഴിക്കേ, ഞാൻ റൂമിൽ കാണും. അതെ, ഞാനിപ്പോ വരാം. എന്റെ ഫോണ് അവന്റെ റൂമിൽ വെച്ച് മറന്നു, ഞാനതെടുത്തിട്ട് വരാം. വിശ്വാ, വിശ്വാ നിൽക്ക്. എന്താ പറ്റി പെട്ടെന്ന്? ജീവ, നീ വിട്ടേ, എനിക്കിപ്പോ ഒന്നും പറയാനില്ല. ഞാൻ എന്തിനാ നീ എന്നോട് ദേഷ്യപ്പെടുന്നേ? മാറി നിൽക്ക് ജീവ. സോറിടാ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ ആലോചിച്ച് പറഞ്ഞതാ. സോറി. പ്ലീസ് അവിടെ നോക്ക്, എന്റെ ചെക്കനെ നിങ്ങൾ നോക്കിയേ. പ്ലീസ് കരയില്ലേ. ലവ് യു സോ മച്ച്. ജീവ, എന്നോട് എപ്പോഴും ദേഷ്യത്തില. സോറിടാ, ഞാനത് അപ്പോഴും ദേഷ്യത്തിന് പറഞ്ഞതാ. പെട്ടെന്ന് നിന്റെ മൂഡ് ചേഞ്ച് ആവാൻ മാത്രം എന്താ അവിടെ ഉണ്ടായേ? നീ എത്ര നന്നായിട്ടാ അഭിനയിക്കുന്നേ, വേദന ഒന്നുമില്ലെന്ന്. ഞാൻ ഇന്നലെ നിന്റെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്നതാ. എനിക്കറിയാം എന്തിനാ നീ പിന്നെ എന്നാണ് പറയുന്നേ. അത് ഞാൻ പിന്നെ ഇനി നീയൊന്നും പറയണ്ട. ഇനി അങ്ങേര് നിന്നെ എന്തെങ്കിലും ചെയ്താ കൊന്നുകളയെന്ന് പറഞ്ഞേക്ക് നിന്റെ രണ്ടാം തന്തയോട്. നോക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? നിന്റെ ഈ ദേഷ്യം കാരണമാണ് ഞാൻ നിന്നോടൊന്നും പറയാത്തെ. നോക്ക് വിശ്വ, ഞാൻ എന്റെ അമ്മയെ ഓർത്തിട്ടാണ് അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. പിന്നെ അങ്ങേരിപ്പ് കെട്ടിപ്പൂട്ടി വെച്ചിട്ടുള്ളതല്ല, എന്റെ അച്ഛൻ അത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അതൊന്നും ഞാൻ അങ്ങേർക്ക് അങ്ങനെ വിട്ടുകൊടുക്കില്ല. ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ നിന്റെതായനെ. അപ്പോ ഇപ്പൊ നീ എന്റെ അല്ല ആണ്, പക്ഷെ അങ്ങനെയല്ലടാ. പിന്നെ എങ്ങനെയാ? നീ എന്താടാ ബാക്കിലോട്ട് പോന്നേ? ഓ, ചെമരിനോട് ചേർന്ന് നിന്നിട്ടുള്ള റൊമാൻസാ? മനസ്സിലായി കൊച്ചു കള്ളൻ. ഏയ് വിശ്വ, കളിക്കില്ലേ, വിട് വിട്, മതി. അമ്മ, എന്നാ ഞാൻ ഇറങ്ങട്ടെ, സമയം കിട്ടുമ്പോഴൊക്കെ വരണ്ടേ? ആ ശരി മോനെ. മോൻ അവിടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മോൻ ഇങ്ങോട്ട് പോരേട്ടാ. ശരി അമ്മ. പിന്നെ അമ്മ എന്തു വന്നാലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവോ എന്നങ്ങനെ? പിന്നെ അമ്മയുടെ മക്കളെ കൂടെ അല്ലാതെ വേറെ ആരെ കൂടെ നിൽക്കാനമ്മ? എന്തൊക്കെ വന്നാലും മക്കളെ കൂടെ അമ്മ ഉണ്ടാവും. മോൻ വിഷമിക്കാതെ പോയിട്ട് വായി.
നീ എവിടെയായിരുന്നു ഇത്ര ദിവസം? അമ്മ ഇതന്നെ ചോദിക്കണം. ഇനി ഞാൻ പറഞ്ഞിട്ട് കേൾക്കാനാണെന്നുണ്ടെങ്കിൽ അമ്മ കേട്ടോ, ഞാൻ വേറെ ആരും കൂടെയല്ല, എന്റെ വിശ്വന്റെ കൂടെയായിരുന്നു. മോനെ, എന്താ നിന്റെ ഉദ്ദേശം? നീ ഇത് എന്ത് ഭാവിച്ച? ഇതൊക്കെ അങ്ങേരെ അറിഞ്ഞാലുണ്ടല്ലോ. അതെനിക്കറിയാം. കൂടിപ്പോയ അമ്മയെ വെച്ച് അങ്ങേരെ എന്നെ ഭീഷണിപ്പെടുത്തും. അമ്മയ്ക്ക് എന്റെ ചെക്കന്റെ സ്വഭാവം എന്താണെന്ന് അറിയില്ലല്ലോ. കഴിഞ്ഞ കൊല്ലം എന്നെ ഒരുത്തം തള്ളിയിട്ടതിന്റെ പേരില് അവന്റെ തലമണ്ടടിച്ച് പൊട്ടിച്ചവന്. കാരണം എന്താന്ന് പോലും അറിയാതെ. അന്ന് ഞങ്ങളുടെ ഈ പ്രണയം ഞങ്ങളുടെ കണ്ണുകൾക്ക് മാത്രമേ അറിയൂ. ഇന്ന് അങ്ങനെയല്ല. പേരുകൊണ്ട് മാത്രമല്ല ഞാൻ അവനക്ക് ജീവൻ. അതുകൊണ്ട് അങ്ങേരോട് ഒതുങ്ങി നിന്നോളാൻ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ അവനങ്ങ് വന്ന് തീർക്കും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. എന്നെ ഉപദ്രവിക്കുന്ന കൈയെങ്ങാനും അറിയാതെ അവന്റെ മേലെങ്ങാനും തിരിഞ്ഞ, അറിയാലോ, അവനക്ക് ഞാൻ മാത്രമല്ല വേറെ 5 എണ്ണം കൂടിയുണ്ട് പിന്നാലെ. ഓർത്തോളം പറയും എന്റെ 2ാം തന്തയോട്. കൊള്ളാലോ മോനെ, നന്നായി സംസാരിക്കാനൊക്കെ പഠിച്ചല്ലോ. ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ നിങ്ങളെ കൂടെ പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ചൊക്കെ സംസാരിക്കാൻ പഠിക്കണ്ടേ? കേട്ടില്ലേടി നിന്റെ പൊന്നാരമ്മന്റെ സംസാരം? അവന്റെ കൂടെ കിടന്നു വന്നതില്ല അഹങ്കാരാവും. അതെ, അത് തന്നെ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവനെനിക്ക് അഹങ്കാരം തന്നെയാ. അത് ഞാൻ എവിടെയും പറയും, ആരോട് വേണമെങ്കിലും പറയും അവൻ എന്റേതാണെന്ന്. നിന്നെ ഞാൻ ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരും? ജീവ, നീ നിന്റെ റൂമിൽ പോയേ. നിന്നോട് ഞാൻ നിന്റെ റൂമിലോട്ട് പോവാനാ പറയുന്നേ. ഓ, സന്തോഷായി കാണും മകന്റെ സംസാരം കേട്ടിട്ട്. വന്നു അവനക്ക് ഇന്നെ ഇപ്പൊ തീരെ പേടിയില്ലാണ്ടായി. അതിന് നിങ്ങൾ വിചാരിച്ച പോലെ അവൻ പഴയ ജീവയല്ല നിങ്ങളെ പേടിച്ച് നിൽക്കാന്. പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പേടി കാരണം വരച്ച വരയിൽ അവൻ നിൽക്കും. പക്ഷേ ഇപ്പൊ ആ വര മറികടന്നു വരാൻ അവനക്ക് ധൈര്യമുണ്ട്. അടി ശരിയാ, നീ ഒറ്റൊരുത്തി കാരനാ അവനിക്ക് പോയി ഇത്ര ധൈര്യം. അല്ല, നിങ്ങൾക്ക് തെറ്റി. ഞാനല്ല അവന്റെ ഇപ്പോഴത്തെ ധൈര്യം. നിങ്ങൾ നേരത്തെ അഹങ്കാരം എന്ന് പറഞ്ഞ് ഒരുത്തിന് മുദ്ര കുത്തിയില്ലേ, അവനാണ് അവന്റെ ഇപ്പോഴത്തെ ധൈര്യം, അവന്റെ വിശ്വാസം. മോളെ, നിന്നെ ഞാൻ തൊട്ടു പോകരുതന്നെ. ഇനി എന്റെ മേൽ കൈവച്ച ഞാനായിരിക്കും നിങ്ങൾ എന്തേലും ചെയ്യുന്നത്. വിശ്വ, എന്തോ വിശ്വ, എന്താടാ? ഞാനൊരു കാര്യം ചോദിച്ചാ സാധിച്ചു തരുമോ? എന്താടാ നീ എന്താ ഇങ്ങനൊക്കെ ചോദിക്കുന്നേ? ഒരു റൗണ്ടും കൂടി പോവാനാണെങ്കിൽ മോനെ എനിക്ക് വയ്യ, ഒട്ടും വയ്യ. വേറെന്തെങ്കിലും പറഞ്ഞോ? പോടാ, അതൊന്നുമല്ല. പിന്നെ എന്താണാവോ വേണ്ടത്? അത് പണ്ട് നീ കോളേജിൽ നിന്നൊരു പാട്ട് പാടിയില്ലേ, അതൊന്നും കൂടി പാടിത്തരൂ പ്ലീസ്. ഏത്? നിങ്ങളുടെ ഫ്രഷേഴ്സ് ഡേക്ക് പാടിയതോ? അല്ല, എനിക്ക് നിന്നെ ഇഷ്ടാണെന്ന് അച്ചു വന്ന് പറഞ്ഞിട്ട് നീ എനിക്ക് വേണ്ടി പാടിയില്ലേ ആ പാട്ട്? അതിനത് നിനക്ക് വേണ്ടിട്ടാന്ന് ആരാ പറഞ്ഞേ? നീ നൊണ പറയണ്ട, എനിക്കറിയാം. അതിലെന്റെ പേരുള്ള കാരണല്ലേ നീ അന്നത് പാടിയത്. അന്ന് നീ അത് സ്റ്റേജിൽ നിന്ന് പറഞ്ഞല്ലോ. പ്ലീസ് ഒന്ന് പാടിത്തായോ, പ്ലീസ് പ്ലീസ്, എന്റെ പൊന്നല്ലേ. ശരി ശരി, പാടാം. നീ ഇവിടെ ഇരിക്കുന്നുണ്ടോ? നിന്നെ എത്ര സ്ഥലത്ത് നോക്കിയെന്ന് അറിയോ? നീ പരിപാടി കാണാൻ വരുന്നില്ല? ഓ, എന്നെ നോക്കി ദഹിപ്പിക്കുന്നു വേണ്ട, വേണമെങ്കിൽ വന്നാ മതി. നീ കുറച്ച് ദിവസമായിട്ട് വിളിച്ചും പാത്തും ഒരു ചേട്ടനെ നോക്കാറില്ലേ? ആ ചേട്ടൻ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. അത് കണ്ടപ്പോ നിന്നെ വിളിക്കാൻ വേണ്ടി വന്നതാ. ഹലോ ഗായ്സ്, ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോ ഈ സ്റ്റേജിൽ പാട്ട് പാടുന്നത്. അതും
ഒരു കാരണം കൊണ്ടാ. എന്റെ പ്രിയപ്പെട്ട ആൾക്ക് വേണ്ടി. 2 ദിവസം മുന്നേ വരെ എനിക്കറിയില്ലായിരുന്നു എന്നെ ഇങ്ങനെ ഒരാൾ പ്രണയിക്കുന്നത്. അതിനെന്റെ ഒരു ഫ്രണ്ടിന്റെ ആവശ്യം വന്നു എന്റെ യഥാർത്ഥ പ്രണയത്തെ ഞാൻ തിരിച്ചറിയാൻ. നേരം ആത്മാവ് തേടുന്നതാരെയോ ആളുടെ പ്രണയത്തിനുള്ള എന്റെ മറുപടി കൂടിയാണ് ഈ പാട്ട്. ഹൃദയത്തിൻ താഴ്വാരത്തിൽ ചേക്കേറി തുടിക്കുന്നതാരാണോ? ആ ആളാരാന്ന് കൂടി പറഞ്ഞൂടെ? അത് ആ ആളെ പേര് ഈ പാട്ടിന്റെ വരിയിൽ തന്നെ ഉണ്ട്. പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചോ. நில்லென்று நீ சொன்னால் என் காலம் நகராதே, நீ சூடும் பூவெல்லாம் ஒருபோதும் முதிராதே. காதல் என்னை கேட்கவில்லை, கேட்டால் அது காதலில்லை. என் ஜீவன் ஜீவன் நீதானே என தோன்றும் நேரம் இதுதானே. நீ இல்லை இல்லை என்றாலே என் நெஞ்சம் நெஞ்சம் தாங்காதே. நெஞ்சுக்குள் பெய்திடும் மாமழை, நீருக்குள் மூழ்கிடும் தாமரை, சற்றென்று மாறுது வானிலை, பெண்ணே உன்மேல் பிழை. അത് മുഴുവൻ ആക്കായിരുന്നു, എന്തിനാട നിർത്തി? അയ്യടാ, ഇപ്പോ അങ്ങനെ പാട്ട് കേട്ട് മോസുഖിക്കണ്ടാട്ടാ. മോനെ ജീവ, ഞാൻ അവനെ സ്നേഹിക്കുന്നത് അത്ര വലിയ തെറ്റാണോ അമ്മ? അത്രക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ലേ ഞങ്ങള്. അവനക്ക് ഞാനില്ലാതെ പറ്റില്ല അമ്മ. അയാളോടൊന്നും ചെയ്യല്ലേ എന്ന് പറയേണ്ട വിഷയം അവനെനിക്ക് വേണം അമ്മ.